പത്തനംതിട്ടയിൽ കോന്നിയിൽ വാഹനാപകടത്തിൽ മരിച്ച 4 പേരുടെയും സംസ്കാരം ഇന്നാണ് നടക്കുക. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന അപകടത്തിൽ മരിച്ച മത്തായി ഈപ്പൻ, മകൻ നിഖിൽ ഈപ്പൻ, ഭാര്യ അനുവിൻ്റെ പിതാവ് ബിജു ജോർജ് എന്നിവരുടെ മൃതദേഹം അനുവിൻ്റെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. 8 മണി മുതൽ പൂങ്കാവ് പള്ളിയിൽ പൊതുദർശനം നടക്കും. പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ 1 മണിയോടെയായിരിക്കും സംസ്കാരം. വിവാഹം കഴിഞ്ഞ് 16 ദിവസത്തിനുള്ളിൽ 8 വർഷത്തെ പ്രണയം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് മലേഷ്യയിൽ ഹണിമൂൺ പോയി മടങ്ങി വരവെയാണ് അനുവിൻ്റെയും നിഖിലിൻ്റെയും കുടുംബങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഇരുവരുടെയും അച്ഛന്മാരടക്കം 4 പേർ മരണത്തിന് കീഴടങ്ങിയത്. കാറപകടത്തിലായിരുന്നു മരണം. നമുക്കിപ്പം അല്ലമീൻ ചേരുന്നുണ്ട്. അല്ലമീൻ, നമസ്കാരം. രാവിലെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത് ആ കുടുംബത്തിലേക്ക് പിറന്നാൾ ആഘോഷിക്കാൻ വിവാഹത്തിൻ്റെ സന്തോഷവുമായി തിരിച്ചെത്തേണ്ട കുടുംബം ഇപ്പോൾ ചേതനയേറ്റ ശരീരമായി മടങ്ങിയെത്തിയ ദൃശ്യങ്ങളാണ് ഈ വാർത്താപ്രഭാതത്തിൽ നമുക്ക് കാണിക്കേണ്ടി വരുന്നത്. എങ്ങനെയാണ് ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത് അല്ലമീൻ? അരുൺകുമാർ, 2 ആഴ്ച മുമ്പ് സന്തോഷം തളം കെട്ടുനിന്ന ഒരു വീട്ടിലേക്കാണ് ഇന്ന് ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ആളുകൾ വീണ്ടും ഒത്തുകൂടിയിരിക്കുന്നത്. കഴിഞ്ഞ 15-ാം തീയതി വാഹനാപകടത്തിൽ മരിച്ച 4 പേരുടെയും മൃതദേഹം ഇന്നാണ് സംസ്കരിക്കുക. ഇവിടെ ബന്ധുക്കളൊക്കെ വിദേശത്ത് നിന്ന് വരാനുള്ളത് കൊണ്ടാണ് സംസ്കാരം വൈകിയത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അനുവിൻ്റെ വീട്ടിലാണ്. അതുപോലെ തന്നെ ഭർത്താവ് നിഖിൽ, അനുവിൻ്റെ അച്ഛൻ ബിജു, അവരുടെ 3 പേരുടെയും മൃതദേഹം ഇപ്പോൾ അനുവിൻ്റെ വീട്ടിലേക്ക് എത്തിക്കുകയാണ്. അല്പസമയം ഇവിടെ പൊതുദർശനം വെച്ചതിന് ശേഷം ബന്ധുക്കളൊക്കെ കണ്ടതിന് ശേഷം അനുവിൻ്റെയും അതുപോലെ തന്നെ നിഖിലിൻ്റെയും മൃതദേഹം നിഖിലിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ബിജുവിൻ്റെ മൃതദേഹം മാത്രമായിരിക്കും പിന്നെ ഇവിടെ തുടരുക. പിന്നെ മത്തായിയുടെയും നിഖിലിൻ്റെയും അതുപോലെ അനുവിൻ്റെയും മുഖ്യ മൃതദേഹം നിഖിലിൻ്റെ വീട്ടിലായിരിക്കും ഉണ്ടാവുക. 8 മണിവരെ വീടുകളിൽ പൊതുദർശനമായി ഇല്ല, ബന്ധുക്കൾക്ക് കാണാനുള്ളൊരു സംവിധാനവും സൗകര്യവും മാത്രമാണ് വീടുകളിൽ ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷം 8 മണിക്ക് ശേഷം പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിലേക്ക് 4 പേരുടെയും മൃതദേഹം കൊണ്ടുപോകും. അവിടെയാണ് ഈ 2 കുടുംബങ്ങളുടെയും ഇടവക അവിടെയാണ്. ഇത് മാത്രമല്ല, സംസ്കാര നടപടികൾ പൂങ്കാവ് മലങ്കര പള്ളിയിലാണ് നടക്കുന്നത്. അപ്പോൾ 4 മൃതദേഹങ്ങളും 8 മണിയോടുകൂടി പള്ളിയിൽ എത്തിച്ചതിന് ശേഷം 12:30 വരെ അവിടെയാണ് പൊതുദർശനം നടക്കുക. നാട്ടുകാർക്കും മറ്റാളുകൾക്കുമൊക്കെ തന്നെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് പള്ളിയിലാണ് അവസരം ഒരുക്കിയിരിക്കുന്നത്. 12 മണിയോടുകൂടി സംസ്കാര ശുശ്രൂഷ നടപടികൾ ആരംഭിക്കും. അതിനുശേഷം 1 മണിയോടുകൂടി സംസ്കാരം എന്ന രീതിയിലാണ് നിലവിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ 3 പേരുടെയും മൃതദേഹം വീട്ടിലെത്തിച്ചിട്ടുണ്ട്. അത് പ്രാർത്ഥനാ ചടങ്ങുകളിലേക്കും ബന്ധുക്കൾക്ക് കാണുന്നതിനുള്ള അവസരം, ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ അടുത്ത ബന്ധുക്കൾക്ക്, അതിപ്പോൾ അനുവിൻ്റെ അമ്മയുണ്ട്, ഒപ്പം ബിജുവിൻ്റെ ഭാര്യ, ബിജുവിൻ്റെയും അമ്മയും ബിജുവിൻ്റെ ഭാര്യയും, അതുപോലെ തന്നെ നിഖിലിൻ്റെ അമ്മയും മത്തായിയുടെ ഭാര്യ, അങ്ങനെ അവർക്കൊക്കെ കാണുന്നതിന്, അടുത്ത ബന്ധുക്കൾക്ക് കാണുന്നതിനുള്ള അവസരം മാത്രമാണ് ഈ വീടുകളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം പള്ളിയിലേക്ക് കൊണ്ടുപോകും. പൊതുജനങ്ങൾക്കും മറ്റാളുകൾക്കും നാട്ടുകാർക്കും ഒക്കെ അന്തിമോപചാരം അർപ്പിക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് വിവാഹം കഴിച്ച് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. അതാണ് അരുൺകുമാർ, അതേ പള്ളിയിൽ തന്നെയാണ് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക സുറിയാനി പള്ളി. ആ പള്ളിയിലാണ് കഴിഞ്ഞ 30-ന് 20-ഉം കരം ഗ്രഹിച്ച് വർണ്ണമാല്യം ചാർത്തി ജീവിതയാത്ര തുടങ്ങിയത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടിക്കാല ഓർമ്മകൾ മുതൽ ആ പള്ളിയിലാണ്, അല്ലെങ്കിൽ ആ പള്ളിയുമായി ബന്ധപ്പെട്ട ഇടത്താണുള്ളത്. അങ്ങനെ അവർ ആ ജീവിതം ആരംഭിച്ച ആ പള്ളി, ആ ജീവിതയാത്ര തുടങ്ങിയ പള്ളി, അവിടെ തന്നെ അവർ ഒരു അവസാന മടക്കത്തിന് പോകുന്നു എന്നുള്ളതാണ്. ആ പള്ളിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 30-ന് ഇരുവരുടെയും വിവാഹം, അതുമായി ബന്ധപ്പെട്ട ഒരു സന്തോഷ സുദിനം, അതിനുശേഷം പള്ളിപ്പെരുന്നാൾ, അതുമായി ബന്ധപ്പെട്ട സന്തോഷ സുദിനം, അതിനു പിന്നാലെയാണ് ആ സന്തോഷങ്ങൾക്കിടെ ഒരു ഇടുത്തി പോലെ വന്ന ഒരു ദുരന്തം. ആ ദുരന്തത്തിൽ നാടൊന്നാകെ കണ്ണുനീരിൽ കുതിർന്നു നിൽക്കുന്നൊരു സാഹചര്യം കൂടിയാണ്. കഴിഞ്ഞ 16-ാം തീയതി അനുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അരുൺകുമാർ. ഈ വരുന്ന 27-ാം തീയതി നിഖിലിൻ്റെ ബർത്ത്ഡേ ആണ്. ഒരുപക്ഷെ ഈ 8 വർഷത്തെ പ്രണയത്തിനിടയിൽ അവർ ഒരുമിച്ച് ബർത്ത്ഡേ വിഷസൊക്കെ നടത്തിയിട്ടുണ്ടാകും, ആശംസകളൊക്കെ നടത്തിയിട്ടുണ്ടാകും, ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടാകും. പക്ഷേ ജീവിതത്തിൽ ഒന്നയച്ചിട്ട് 8 വർഷം പ്രണയിച്ച് നടന്ന് ജീവിതത്തിൽ ഒരുമിച്ചതിന് ശേഷം ഇരുവരുടെയും തേടിയെത്തുന്ന ആദ്യ ജന്മദിനം, അതൊരു പക്ഷേ വല്ലാത്ത വിധത്തിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തതാണ്. മാത്രമല്ല 8 വർഷത്തെ പ്രണയം ഒരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് 16 ദിവസമേ ആയുള്ളൂ. അതിനിടയിലാണ് ജീവൻ പൊലിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. 4 പേരുടെയും മൃതദേഹം ഇപ്പോൾ വീടുകളിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്നും പൂങ്കാവ് പള്ളിയിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് 2 കുടുംബാംഗങ്ങളുടെയും ഇടവക. ആ ഇടവകയിൽ പൊതുദർശനത്തിൽ വയ്ക്കും. അതിനുശേഷം ഉച്ചയോടുകൂടിയായിരിക്കും നിലവിൽ അനുവിൻ്റെയും നിഖിലിൻ്റെയും അവരുടെ പപ്പമാരുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കുക.